ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രോസറി ഷോപ്പിങ്ങും പിന്നെ കുറച്ച് വിശേഷങ്ങളുമാണ്. അപ്പോൾ ഞാൻ നേരെ ബിൽഡിങ്ങിൻ്റെ താഴെ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഫാമിലിയും പിള്ളേരും എല്ലാവരായിട്ട് ദീപാവലി വൈബിലാണ്, ദീപാവലി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു നിന്നപ്പം ഞാൻ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം നമ്മൾ യു എയിലാണെങ്കിൽ പോലും കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ വരെ ഭയങ്കര വലിയ ഒരു ആഘോഷമാക്കി നമ്മൾ മാറ്റും. അപ്പോൾ അത് ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ്. നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഇതുപോലെയൊക്കെ കാണാനും ഇതുപോലെ ആളുകൾ ചെയ്യുന്നത് കാണുമ്പോഴൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോകും നമ്മുടെ വഹ്ദ മോളിലേക്കാണ്. ദീപാവലി ആയതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. അധികം സാധനങ്ങളൊന്നും മേടിക്കാതെ കുറച്ചേ മേടിക്കാനുള്ളൂ. പക്ഷേ എനിക്ക് ദീപാവലി ആയിട്ടൊന്ന് പുറത്ത് പോകണം, എന്തെങ്കിലുമൊക്കെ ഒരു വിഷ്വൽ ട്രീറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനീ പോകുന്നത്. അപ്പോൾ ടാക്സി പിടിക്കാനാണ് പോകുന്നത്. യൂഷ്വലി എപ്പോഴും ഇതുപോലെ തന്നെ ഗ്രോസറിയോ എന്തിനാണെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകാറുണ്ട്. തിരിച്ചു വരുമ്പം അക്കീനെ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ നമ്മൾ ടാക്സിയൊക്കെ കിട്ടിയതിന് ശേഷം വഹ്ദ മോൾ എത്തി. ദീപാവലി ആയതുകൊണ്ടും അതുപോലെ UAE നാഷണൽ ഡേ വരികയാണ് നവംബർ ലാസ്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഷോപ്സിലും ഓൾമോസ്റ്റ് 70 to 80% ഡിസ്കൗണ്ട്സ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കയറിയതിന് ശേഷം ഇതേപോലെ ഓഫേഴ്സൊക്കെ ഉള്ള ഷോപ്പിലൊക്കെ ചുമ്മാ ഒന്ന് ജസ്റ്റ് നമ്മൾ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ഒന്ന് ചെയ്തു. അതിനുശേഷം ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ലുലു മോളിലേക്കാണ്. നേരെ പോയൊരു ട്രോളി എടുത്തു. ഫസ്റ്റ് എനിക്ക് മേടിക്കേണ്ടത് ഗ്രോസറി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സാധനമാണ്. എൻ്റെ ഹെയർ മാസ്ക് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഗാർണിയറിൻ്റെ ഈ കാണുന്ന അൾട്രാ ഡോക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്രൗൺ കളറാണ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് 98% നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിനാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ റിപ്പയറിങ് ഹെയർ ഫുഡ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ആ ഒരു സാധനം എടുത്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നടന്നു വരുമ്പോഴാണ് ദീപാവലിയുടെ ദിവാസും അതുപോലെ തന്നെ എല്ലാതും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ കണ്ടു. അതുപോലെ നമുക്ക് ഇനിയിപ്പം എണ്ണയൊന്നും ഒഴിക്കാതെ തിരിയൊന്നും കത്തിക്കാതെ ചിരാതെ കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ദിവാലി കളക്ഷൻസ് അവിടെ ഞാൻ കണ്ടു. അതിനുശേഷം ഞാൻ നേരെ ചെല്ലുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ഗ്രോസറി ഷോപ്പിങ്ങിലേക്കാണ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ഇത് ഞാൻ ആക്ച്വലി ചൈനയുടെ വെളുത്തുള്ളി കേട്ടോ. പക്ഷേ ഇത് തോലൊക്കെ പൊളിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അധികം ടൈം കൺസ്യൂമിങ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെളുത്തുള്ളിയാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. പക്ഷേ ഇതിന് കുറച്ചധികം എണ്ണ ഇട്ടാലേ നമ്മുടെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ എടുക്കുന്നത് വീണ്ടും നമ്മുടെ ചൈനയുടെ ഇഞ്ചിയാണ്. അതും ഇതേപോലെ തോല് പൊളിക്കാനും യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷേ കുറച്ചധികം ക്വാണ്ടിറ്റി എപ്പോഴും നോർമൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചധികം എടുക്കണം. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഗ്രീൻ ലീഫി ഏരിയയിലേക്ക് എത്തി. ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് കറി ലീവ്സ് എടുക്കാനുണ്ടായിരുന്നു. അതുപോലെ മല്ലിയില എടുത്തു, മിൻറ്റ് ലീവ്സ് എടുത്തു, കുറച്ച് ചീരയൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ എടുക്കാറ്. ഇവിടെ ഏത് ഇതേപോലത്തെ ഹെർബ്സ് പോലത്തെ സംഭവം എടുക്കുകയാണെങ്കിലും 1 ദിർഹമാണ്. അതിൻ്റെ വെയിറ്റ് തന്നെ അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഈ കാണുന്ന ഈ പംകിൻ എടുത്തു. ഞാൻ പംകിൻ വെച്ചിട്ട് പുതിയൊരു റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എടുത്തതാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അധികമൊന്നും മേടിക്കാണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു മിനിമലായിട്ടാണ് നമ്മുടെ നേന്ത്രപ്പഴം, റോബസ്റ്റ്, തൈര്, കുറച്ച് ടൊമാറ്റോസ്, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ, കൂടുതലും പച്ചക്കറികളും തന്നെയാണ്. പിന്നെ മെയിനായിട്ട് എണ്ണ തീർന്നിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ മേടിച്ചു, പിന്നെ ബ്രെഡ് എടുത്തു. അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ച് നമ്മൾ ബില്ലൊക്കെ ചെയ്തത് അപ്പോഴേക്കും അക്കി എത്തി. നമ്മുടെ ഈ 2 കവർ സാധനമേ ഉള്ളൂ കേട്ടോ ഇത്തവണ. യൂഷ്വലി കുറച്ചുകൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിൽ പോയി കാറിൽ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ഇന്ന് എനിക്ക് മെയിനായിട്ടൊരു ഡിഷ് ഉണ്ടാക്കാനുണ്ട്. നമ്മുടെ മത്തിയാണ് വീട്ടിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് മത്തി വെച്ചിട്ട് പീര ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മത്തി ഉള്ളത് എടുത്ത് അതൊക്കെ ക്ലീൻ ചെയ്ത് ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ ചെറിയുള്ളിയാണ് മെയിനായിട്ട് വേണ്ടത്. അതൊരു 30 എണ്ണം ഇതുപോലെ ഞാൻ നമ്മുടെ ക്രഷ് ചെയ്യുന്ന ആ സംഭവത്തിലിട്ട് ഞാനിത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം ചെറുതായിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കുടംപുളി ഒരു 4-5 കുഞ്ഞ് പീസ് കഴുകി വൃത്തിയാക്കി അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം നമ്മൾ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നന്നാക്കി ആദ്യം തന്നെ കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും ഞാൻ കൊഴുവ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പം മത്തി വെച്ചിട്ട് ഒരു തവണ ഉണ്ടാക്കിയപ്പം നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നാക്കിയിട്ട് ആദ്യം കൈ വെച്ച് നമ്മൾ നന്നായി എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. കാരണം ആദ്യം എല്ലാം നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് അടുപ്പിലേക്ക് വെക്കുന്നുള്ളൂ. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കാരണം ഞാൻ അളവ് പറയാത്ത എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഉലുവ, ഒരു ടീസ്പൂൺ ഇല്ല, ഒരു 3/4 ടീസ്പൂൺ ഉലുവ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയുള്ളി ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പെട്ടെന്ന് തീരുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 2 ദിവസമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ചൂടാക്കി എടുത്താൽ മതി. പിന്നെ കുറച്ച് നേരം മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നെക്സ്റ്റ് ഡേ ആണല്ലോ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് 2 ദിവസത്തേക്ക് എപ്പോഴും ഉണ്ടാവും. ഈ കാണുന്ന പോലെ നമ്മൾ കൈ വെച്ച് നന്നാക്കി മീനിലൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ എണ്ണയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ എല്ലായിടത്തും മീനിലൊക്കെ നന്നായിട്ട് അത് പിടിച്ചിട്ടുണ്ടാവും ഇപ്പം തന്നെ. ഇനി നമ്മൾ തേങ്ങാപ്പീര നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പീര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. ഞാനൊരു 2 കൈ നിറയെ തേങ്ങാപ്പീര ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ. അല്ലെങ്കിൽ നമുക്ക് തിളയ്ക്കുന്ന ആ ഒരു ടൈം ആകുമ്പം ഇട്ട് കൊടുത്താലും മതി. ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് അത് വീണ്ടും കൈവച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ചട്ടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാവും. അപ്പോൾ നമുക്ക് കൊള്ളൂല, നമ്മുടെ ഉദ്ദേശിക്കുന്ന ആ ഒരു പീര വറ്റിച്ച ആ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ മത്തിയിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റി നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. മത്തി പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെളിച്ചെണ്ണയൊക്കെ ഭയങ്കര കട്ടയായിട്ടിരിക്കും കേട്ടോ, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മത്തി പീര വറ്റിച്ച റെസിപ്പി റെഡിയായി. പിന്നെ ബാക്കി കുറച്ച് മത്തി ഞാൻ ഓൾറെഡി മസാലയൊക്കെ പുരട്ടി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ റെഡിയായതിനു ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പക്ഷെ ഞാൻ ഈ റെസിപ്പി കാണിക്കാനാണ് എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നതോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ഈ മത്തിയൊക്കെ ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഫുഡ് അടിച്ചു, അതാണ് സംഭവം. നമ്മളതൊക്കെ കഴിഞ്ഞ് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഈവനിങ് നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. അതായത് അക്കിയുടെ കൊളീഗാണ് രഞ്ജിൻ ബായ് എന്ന് പറയുന്നത്. അവരുടെ ഇളയ മോൻ്റെ ബർത്ത്ഡേ പരിപാടിയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ നമ്മൾ അതിന് പോവുകയാണ്. അപ്പോൾ അവന് വേണ്ടി മേടിച്ചതാണ് ഈ കാണുന്ന പസിൽ. യൂഷ്വലി നമ്മൾ കാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് മേടിച്ചു കൊടുക്കാറ്. അപ്പോൾ ഈ തവണ കുറച്ചുകൂടി ഒരു ഇമാജിനേഷനും അതേപോലെ ആ ഒരു അറ്റൻഷൻ സ്പാനൊക്കെ കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പസിലാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ ഞങ്ങൾ 2 പേരും റെഡിയായി. നമ്മുടെ തന്നെ ബിൽഡിങ്ങിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പോകാനും എളുപ്പമാണ്. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കേ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഈ കാണുന്നതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവൻ നല്ല ഹാപ്പിയായി. ഇതേപോലെ നല്ല ബർത്ത്ഡേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് തുളസി ചേച്ചിയാണ്. ഇതാണ് രഞ്ജിബായുടെ വൈഫ്. പിന്നെ ബാക്കിലുള്ളതാണ് നമ്മുടെ ദിലീഷ് ഭായ്. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അവന് 7 വയസ്സാവാൻ പോവാണ്. അപ്പോൾ പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അവന് 7 വയസ്സൊന്നും നമുക്ക് തോന്നില്ല. കുഞ്ഞ് കുട്ടിയാണ്. പക്ഷെ 7 ഇയേഴ്സായി അവന്. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ സോങ്ങൊക്കെ പാടി അവൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എപ്പോഴും നമുക്ക് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഒക്കേഷൻ തന്നെയാണ്. അപ്പോൾ കുഞ്ഞിലെ നമ്മുടെ ഈ ഓരോ ഇവൻറ്റ്സൊക്കെ ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്യുമ്പം നമ്മൾ എത്ര വലുതായാലും നമുക്ക് ആ മെമ്മറി നമ്മുടെ എപ്പോഴും ഉണ്ടാവും ലൈഫ് ലോങ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ എനിക്കിപ്പം കേക്കൊക്കെ കട്ട് ചെയ്യണ കണ്ടപ്പോൾ എൻ്റെ മെമ്മറിയിലും അതൊക്കെ വന്നു കേട്ടോ. ഇതാണ് മൂത്തവൻ്റെ ചേട്ടനാണ്.
അപ്പോൾ ഇവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആ പോപ്പേഴ്സൊക്കെ കയ്യിൽ പിടിച്ചിട്ട് അത് പൊട്ടിക്കാനുള്ള പ്ലാനിലൊക്കെയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ട്രൈ ചെയ്തിട്ട്, ദിലീഷ് ഭായിയുടെ മോനുണ്ടായിരുന്നു, അവർ രണ്ടുപേരും ട്രൈ ചെയ്തിട്ട് പോപ്പർ പൊട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം അക്കിയുടെ അടുത്ത് അവർ പറഞ്ഞു ഒന്ന് പൊട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അക്കിയുടെ അടുത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അക്കി അത് അവിടെ പൊട്ടിച്ച് കംപ്ലീറ്റ് അലമ്പാക്കി. അത് വേറെ കാര്യം. പൊതുവേ എപ്പോഴും നമ്മൾ പോപ്പേഴ്സ് മേടിക്കുമ്പം അതൊരിക്കലും പൊട്ടാറില്ല അല്ലേ? നമ്മൾ ആ കറക്റ്റ് ടൈമിൽ ഒരിക്കലും പൊട്ടില്ല. അത് ഒന്നില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും, ഇല്ലെങ്കിൽ നേരെ നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്കായിരിക്കും വീഴുക. ഫൈനലി അക്കി പോപ്പേഴ്സൊക്കെ പൊട്ടിച്ച് കംപ്ലീറ്റ് ഇവിടെ അലമ്പാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിയായി. കേക്കൊക്കെ കട്ട് ചെയ്തത് എല്ലാവരും കഴിക്കുകയാണ്. മാംഗോ ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കാണ്. മാംഗോ പൾപ്പ് ഉണ്ടായിരുന്നു കേക്കിൻ്റെ അകത്ത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇവിടെ അബുദാബിയിലുള്ള ഒക്കേഷൻസ് എന്ന് പറയുന്ന ബേക്കറിയിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. എന്തായാലും അതിന് ശേഷം നമ്മൾ ഫുഡിങ് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. കപ്പയും മീൻകറിയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ട് രഞ്ജിബയുടെ വൈഫ് ഉണ്ടാക്കിയതാണ്. അടിപൊളിയായിരുന്നു. ഇത് മാത്രമല്ല കേട്ടോ, പിസയൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ബാക്ക് ടു ബാക്ക്. പക്ഷെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് നമ്മുടെ വീട്ടിലോട്ട്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഫ്ലാറ്റിലോട്ട് വന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ട്സ്. പലർക്കും അറിയായിരിക്കും, വീഡിയോസിൽ ഞാൻ എപ്പോഴും വരാറുണ്ട് ഇവർ. ഇത് നീന, ഈ കാണുന്ന അഞ്ജലിയാണ്, പിന്നെ ഇത് നമ്മുടെ റിജോ ചേട്ടൻ, ശ്രീജിത്ത് ചേട്ടൻ, പിന്നെ അക്കി. അപ്പോൾ ഇവരെല്ലാവരും ജസ്റ്റ് ഒരു നമ്മുടെ ഫ്ലാറ്റിലൊന്ന് ഗെറ്റ് ടുഗെദറിനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. കാരണം ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ഓൾമോസ്റ്റ് 9:30, 10 അടുപ്പിച്ചിട്ടാണ് അവരെത്തിയത്. അങ്ങനെ നമ്മൾ കുറേ നേരം ടി വിയും പിന്നെ കുറേ സംസാരവും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെയായിരുന്നു അത്. ആ ഒരു ഡേ നല്ല ബ്യൂട്ടിഫുള്ളി എൻഡ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു കുഞ്ഞൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഫൈനലി ഇത് എല്ലാവരും തിരിച്ചു പോവാണ്. ഓൾമോസ്റ്റ് 1 o'clock ആയിട്ടോ, പുലർച്ചെ 1 മണിക്ക് ആണ് ഇവർ ഈ പോകുന്നത്. എന്തായാലും നമ്മളിങ്ങനെ വീക്കെൻഡ്സൊക്കെ UAE-ലൊക്കെ ആകുമ്പോൾ നമുക്ക് നാട്ടിലത്തെ പോലെ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട്സും ആയിട്ടുള്ള ഗെറ്റ് ടുഗദേഴ്സും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ലൈഫിൽ അതൊക്കെ തന്നെയായിരിക്കും നമുക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റ്സ്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു കുറച്ച് ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് നമുക്കുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് UAE-ൽ വന്നിട്ട് കിട്ടിയ ഒരു അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളെപ്പോഴും പറ്റുന്ന പോലെ വീക്കെൻഡ്സ് ഗ്യാദർ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻസൊക്കെ അനുസരിച്ച് ചിലപ്പോഴേക്കേ പറ്റാറുള്ളൂ. പക്ഷെ പറ്റുന്ന സമയത്തൊക്കെ ഇതുപോലെ നല്ല ഹാപ്പി ആയിട്ടുള്ള മെമ്മറീസ് ആയിട്ടാണ് നമ്മളെല്ലാവരും പിരിയാറ്. എന്തായാലും അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഞാനും നല്ല ഹാപ്പി ആയിരുന്നു. അക്കി ഡബിൾ ഹാപ്പി ആയിരുന്നു ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തതിൻ്റെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അടിപൊളി ദീപാവലി ഒരു വിഷസ് ഞാൻ പറയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം ബൈ ബൈ, ടേക്ക് കെയർ.